من الشيطان الرجيم. بسم الله الرحمن الرحيم. القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരത്തെയും നമ്മുടെ യുദ്ധത്തെയും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളെ മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വേർപെട്ട് ഖബറിന്റെ ലോകത്ത് വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. സൂറത്തുൽ ഖാരിഅ. ഖാരിഅ എന്ന് പറഞ്ഞാൽ മഹാസംഭവം അല്ലെങ്കിൽ ഭയങ്കര സംഭവം എന്നാണ് അതിൻ്റെ പദാനുപത. ആ സൂറത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഈ സൂറത്ത് അവതരിക്കുന്നത് മക്കയിലാണ്. 11 ആയത്തുകളാണ് ഈ സൂറത്തിൽ ആകെയുള്ളത്. പരിശുദ്ധമായ ഖുർആനിൽ അന്ത്യദിനത്തിനെ അഥവാ ഖിയാമത്ത് നാളിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ പദങ്ങൾ കാണാൻ കഴിയും. അതിലൊന്നാണ് അൽ ഖാരിഅ. അതുപോലെ തന്നെ അൽ ഹാഖ, അതുപോലെ വത്വാമ്മ, വസ്വാഖ, ഗാശിയ. ഇതെല്ലാം ഖിയാമത്ത് നാളിനെ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥാന്തരങ്ങളെ വിവരിക്കുന്ന പദങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ഖിയാമത്ത് നാൾ എന്താണ് എന്ന് വളരെ സംക്ഷിപ്തവും വളരെ ലളിതവുമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ് ഈ സൂറത്ത്. എന്താണ് ഖിയാമത്ത് എന്ന് ഒരാൾ നമ്മളോട് ചോദിച്ചാൽ, അന്ത്യദിനം എന്താണ് എന്ന് ഒരാൾ നമ്മളോട് ചോദിച്ചാൽ, ആ ആൾക്ക് വളരെ വ്യക്തവും ശക്തവുമായ നിലയിൽ വളരെ ചുരുങ്ങിയ നിലയിൽ പറഞ്ഞു കൊടുക്കാവുന്ന ആശയം ഉൾക്കൊള്ളിക്കപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഖാരിഅ. അള്ളാഹു നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അത് സൂക്ഷിക്കാനും അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിൽ തലം കെട്ടി നിർത്താനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൽ ഖാരിഅ, ആ ഭയങ്കര സംഭവം അഥവാ ഖിയാമത്ത്. മൽ ഖാരിഅ, എന്താണ് ആ ഭയങ്കര സംഭവം എന്നറിയുമോ? എന്താണ് ആ ഭയങ്കര സംഭവം? വമാ അദ്റാക മൽ ഖാരിഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്ന് ചോദിക്കുകയാണ്, നബിയെ, ആ ഭയങ്കര സംഭവം എന്താണെന്ന് താങ്കൾക്കറിയാമോ? നോക്കണേ. ഖിയാമത്ത് അല്ലെങ്കിൽ ഖാരിഅ
എന്ന് പറഞ്ഞ് ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താമായിരുന്നു. സാദൃശ്യമായ അതേ പദം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ആയത്തിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. 3 ആയത്തിൽ. അപ്പോൾ അതിൻ്റെ ഗൗരവം എത്രമേൽ വലുതാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നിസ്സാരമായൊരു കാര്യമല്ല, ഇതൊരു ഭയങ്കര സംഭവമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്, ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു. ആ ബോധ്യം നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. എന്നിട്ട് തങ്ങളോട് ചോദിക്കുകയാണ്, ആ മഹാസംഭവം എന്താണെന്ന് താങ്കൾക്കറിയാമോ? എന്നാ കേട്ടോളിൽ നമ്മൾ പഠിപ്പിച്ചു തരാം, മനസ്സിലാക്കി തരാം. അതിലൊന്നാമത്തത് യൗമ യകൂനുന്നാസു കൽ ഫറാശിൽ മബ്തൂത്. അന്ന് മനുഷ്യർ ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെയാകും. അന്തരീക്ഷത്തിൽ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്ന പാറ്റകളെ പോലെ മനുഷ്യരായിത്തീരും. സുബ്ഹാനല്ലാഹ്. ഒന്നാമത്തെ അടയാളമാണ്, ഒന്നാമത്തെ സംഭവമാണ്. രണ്ടാമത്തെ സംഭവമോ വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ്. നമ്മളെ പലപ്പോഴും അമ്പരപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന കൊടുമുടികൾ, പർവ്വതങ്ങൾ, മാമലകൾ, അവകളുടെ അവസ്ഥ എന്താണ്? ആ പർവ്വതങ്ങൾ കടഞ്ഞ കമ്പിളി രോമം പോലെയാകും, കടഞ്ഞെടുത്ത കമ്പിളി രോമം പോലെയാകും. ഒരു കാറ്റടിക്കുമ്പോൾ ആ കമ്പിളി രോമങ്ങൾ ഇങ്ങനെ പറന്ന് 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 പോകുന്നത് പോലെ ഈ പർവ്വതങ്ങളും കൊടുമുടികളും ആയിത്തീരും. സുബ്ഹാനല്ലാഹ്. വലിയ 2 അടയാളങ്ങളാണ് അല്ലാഹു പറഞ്ഞത്. വലിയ 2 അടയാളങ്ങൾ. ഒന്നാമത്തെ അടയാളം, എത്ര വലിയ ശക്തരും മല്ലരുമായിരുന്ന മനുഷ്യർ, ആ മനുഷ്യർ ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ പാറി നടക്കും അന്തരീക്ഷത്തിൽ. രണ്ടാമത്തതോ, വലിയ വലിയ പർവ്വതങ്ങളും കൊടുമുടികളും കടഞ്ഞെടുക്കപ്പെട്ട കമ്പിളി രോമം പോലെ ധൂളികളായി പോകുന്ന ഒരു കാഴ്ച അന്ന് കാണാൻ കഴിയും. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ആ ദിവസം ഫഅമ്മാ മൻ തഖുലത് മവാസീനു, ആരുടെയെങ്കിലും തുലാസ് ഖനമുണ്ടാകുന്നുവെങ്കിൽ, തുലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്മതിന്മകൾ തൂക്കപ്പെടുന്ന മീസാനാണ്. നന്മതിന്മകൾ തൂക്കപ്പെടുന്ന തുലാസിൽ ആരുടെയെങ്കിലും തുലാസിൽ ഖനമേകുന്നുവെങ്കിൽ, നന്മയുടെ ഖനമാകുന്നുവെങ്കിൽ, ഫഹുവ ഫീ ഈശതിർ റാദിയ, തീർച്ചയായും അവന് സംതൃപ്തമായ ജീവിതമായിരിക്കും അവനുണ്ടാവുക. തുടർന്നങ്ങോട്ട് അവനുണ്ടാവുക സംതൃപ്തമായ ജീവിതം. അല്ലാഹു തൃപ്തിപ്പെട്ട ജീവിതം, അവനും തൃപ്തിപ്പെട്ട ജീവിതം, ശാന്തിയുടെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, സമ്പൽ സമൃദ്ധിയുടെ ജീവിതമായിരിക്കും അവനുണ്ടാവുക. നേരെ മറിച്ച് വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനു, ആരുടെയെങ്കിലും തുലാസിന്റെ തട്ട് ഖനം കുറയുകയാണ് എങ്കിൽ സുബ്ഹാനല്ലാഹ് ഫഉമ്മുഹു ഹാവിയ, അവന്റെ സങ്കേതം ഹാവിയ ആയിരിക്കും. അവന്റെ സങ്കേതം ഹാവിയ ആയിരിക്കും. പിന്നെ അവന് താമസം ഒരുക്കപ്പെടുന്നത് ഹാവിയയിലാണ്. എന്താ ഹാവിയ? അല്ലാഹ് തന്നെ ചോദിക്കുകയാണ്, വമാ അദ്റാക മാ ഹിയ, നബിയേ, ഹാവിയ എന്ന് പറഞ്ഞാൽ താങ്കൾക്കറിയുമോ? എന്താ ഹാവിയയുടെ വിശേഷണം? ഹാവിയയിലാണ് തുലാസിലെ കലം കുറഞ്ഞുപോയ ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെ പറപ്പിക്കപ്പെടുക. അവർ വസിക്കുന്ന അവിടെയാണ്. എന്താണ് ഹാവിയ? അല്ലാഹ് പറയുകയാണ്, അത് കൊടും ചൂടുള്ള നരക തീയാണ്. മനുഷ്യന്റെ ശരീരത്തിനെ കത്തിക്കരിച്ചു കളയുന്ന, അവന്റെ ഉച്ചന്തലയിൽ ചൂടുവെപ്പിക്കപ്പെടുന്ന, തലച്ചോറിനെ തിളപ്പിച്ചു കളയുന്ന, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും കരിച്ച് നാമാവശേഷമാക്കി കളയുന്ന കടുത്ത ചൂടുള്ള നരകത്തിന്റെ തീയാണ്
സങ്കേതമാണ് ഹാവിയ എന്ന് പറയുന്നത്. നഊദുബില്ലാ, അല്ലാഹു കാത്തുരക്ഷിക്കുമാർ, അല്ലാഹു കാത്തുരക്ഷിക്കുമാർ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിന്റെ തീയെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എങ്ങനെയാണ് നരകത്തിന്റെ തീയെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്? നരകത്തിന്റെ തീയെ എങ്ങനെയാണ് അല്ലാഹു സൃഷ്ടിച്ചത്? എങ്ങനെയാണ് അല്ലാഹു നരകത്തിന്റെ തീയെ സൃഷ്ടിച്ചത്? അല്ലാഹു തീയെ കത്തിച്ചു 1000 വർഷത്തോളം. 1000 വർഷം അതിങ്ങനെ കടുത്ത നല്ല ചുവന്ന നിറമാകുന്നത് വരെ, നല്ല കടുത്ത ചുവന്ന നിറത്തിലുള്ള തീയെ 1000 വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടതടവില്ലാതെ അല്ലാഹു തആല സൃഷ്ടിച്ചു, അല്ലാഹു തആല കത്തിച്ചു. എന്നിട്ട് ആ തീ വെള്ള നിറമാകുന്നത് വരെ 1000 വർഷം വീണ്ടും അതിനെ കത്തിച്ചു. സുബ്ഹാനല്ലാഹ്. മൂന്നാമതോ തുമ്മ ഔഖദ അലൈഹാ അൽഫ സന ഹത്താ ഇസ്വദ്ദത്. ആ കറുത്ത തീ, ആ വെള്ള തീ വീണ്ടും കറുപ്പ് നിറമാകുന്നത് വരെ 1000 വർഷം വീണ്ടും അല്ലാഹു തആല കത്തിച്ചു. 3 അവസ്ഥകൾ. ഒന്നാമത്തെ അവസ്ഥ 1000 വർഷം നല്ല ചുമന്ന തീ, വീണ്ടും 1000 വർഷം ആ ചുവന്നത് വെള്ള കളറിലേക്ക് മാറുന്ന തരത്തിൽ അല്ലാഹു തആല കത്തിച്ചു. വീണ്ടും അല്ലാഹു തആല 1000 വർഷം അത് കറുത്ത കനമുള്ള കറുത്ത നിറമുള്ള തീയായി മാറുന്നതിന് വേണ്ടി അല്ലാഹു തആല കത്തിച്ചു. അവസാനം അതെന്തായി തീർന്നു? ഫഹിയ സൗദാ. ആ തീ ഏറ്റവും വലിയ കറുത്തതും ഇരുണ്ടതുമായി തീർന്നു. കറുത്തതും ഇരുണ്ടതുമായ തീയാണ് നരകത്തിന്റെ തീ എന്ന് പറയപ്പെടുന്നത്. നമ്മുടെ ദുനിയാവിലെ തീ കത്തിച്ചാൽ എന്ത് കളറാണുള്ളത്? ദുനിയാവിലെ തീ കത്തിച്ചാൽ എന്ത് കളറാണുള്ളത്? തീ കണ്ടിട്ടില്ല. വല്ലപ്പോഴൊക്കെ അടുക്കള നോക്കി പെണ്ണുമ്പിള എടുത്ത് പോയി നിൽക്കണം, അപ്പോഴേ തീ കാണാൻ പറ്റുള്ളൂ. ദുനിയാവിലെ തീ എന്താണ്? ചുവന്ന കളറാണ് അല്ലേ? ചുവന്ന കളറാണ്. അപ്പൊ അത്രയ്ക്കുള്ള ചൂടേ ഉള്ളൂ. ആ ദുനിയാവിൽ കത്തുന്ന തീയുടെ അടുത്ത് പോലും നമുക്ക് പോകാൻ കഴിയുന്നില്ല, നമുക്ക് അടുക്കാൻ കഴിയുന്നില്ല. പിന്നെ അല്ലേ 1000 വർഷം വീണ്ടും വെള്ള നിറത്തിലായി, വീണ്ടും കറുത്ത നിറത്തിലായി. 3000 വർഷം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിച്ച് ജ്വലിപ്പിച്ച് വെച്ചിരിക്കുന്ന അഗ്നികുണ്ഡമാണ് നരകത്തിന്റെ തീ എന്ന് പറയപ്പെടുന്നത്, ഹാവിയ. നഊദുബില്ലാ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് എന്താണ് എന്ന് അല്ലാഹു നമ്മൾക്ക് 2 അടയാളങ്ങളെ പറ്റി പറഞ്ഞിട്ട് ആ ഖിയാമത്ത് നാളിൽ വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരെ പറ്റി അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും. അതാണ് ഈ സൂറത്തിന്റെ ആകെയുള്ള പ്രമേയം എന്ന് പറയപ്പെടുന്നത്. നരകത്തിനെ പറ്റി പറഞ്ഞു, യൗമ യകൂനുന്നാസു കൽ ഫറാശിൽ മബ്തൂത്. വിതറപ്പെട്ട പാറ്റകളെ പോലെ പാറിപ്പറക്കുന്നവരായി തീരും മനുഷ്യന്മാർ. അതേപോലെ തന്നെ കമ്പിളിയിൽ നിന്ന് രോമങ്ങളെ എടുക്കപ്പെട്ട് അതിങ്ങനെ ചിന്തിച്ചിതറി പാറിപ്പറന്നു പോകുന്നത് പോലെ പർവ്വതങ്ങളായി തീരുന്ന അവസ്ഥ. അന്നാണ് 2 തരത്തിലുള്ള മനുഷ്യന്മാർ വേർതിരിയുന്നത്. ഒന്ന്, തുലാസിൽ ഖനം, നന്മയുടെ ഖനം തൂങ്ങുക. 2, തുലാസിൽ ഖനം കുറയുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ നന്മയുടെ തുലാസിന്റെ ഖനം കൂട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ലോകത്ത് എന്ത് ചെയ്യേണ്ടത്? അവനവൻ പരിശ്രമിക്കേണ്ടത്. അതിന്റെ ഭാഗമാണ് നമ്മുടെ ഈ ഇബാദത്തുകളൊക്കെ. വേറെ ഒന്നിനും വേണ്ടിയല്ല. എന്തിനും കിട്ടാനാണ്? ആരെങ്കിലും വല്ല പൈസയും തരുമോ? ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ തരുമോ? ഒന്നും ചെയ്യുമോ? ഒന്നുമില്ല. നാളെ നമ്മുടെ തുലാസിൽ ഈ നന്മകൾ തൂക്കപ്പെടുമ്പോ അവിടെ ഖനമുണ്ടാകണം, തൂങ്ങണം. അതിനുവേണ്ടിയാണ് ത്യാഗം. നമസ്കാരമായാലും ദാനധർമ്മങ്ങളായാലും ഹജ്ജായാലും ഉംറയായാലും ഏത് നന്മകളുണ്ട് ആ നന്മകളെല്ലാം ഇതിന്റെ ഭാഗമാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ്, അതിനുവേണ്ടിയുള്ള ത്യാഗമാണ്. അതാണ് നമ്മൾ ദുനിയാവിൽ ചെയ്യുന്നത്. അള്ളാഹു എന്നെയും നിങ്ങളെയും സ്വർഗത്തിന്റെ അഹലുകാരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്രമേൽ ബീവത്സമാണ് നാളെ ഖിയാമത്ത് നാൾ എന്നതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഈ സൂറത്ത്
ഞാൻ പലപ്പോഴും ഇഷായുടെ നമസ്കാരത്തിൽ ഇത് ഓതുന്ന മനഃപൂർവ്വം ഓതുന്നതാണ്. കാരണം പറഞ്ഞാൽ ഒന്ന് ഉറക്കണം. നമ്മുടെ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉറക്കണം. ഖിയാമത്തിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. പിന്നെ വേറെന്തിനാ നമുക്ക് ഓർമ്മപ്പെടുത്താൻ? ഖിയാമത്തിനെ ഓർമ്മപ്പെടുത്താൻ. അല്ലാഹു അക്ബർ. ഇത് കാണാതെ പഠിക്കും ഇൻഷാ അല്ലാഹ്. പഠിക്കുമോ ഇൻഷാ അല്ലാഹ്? ഇതിൻ്റെ അർത്ഥവും മനസ്സിലാക്കി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. القارعة. അവസാനം ഐനാണ് കേട്ടോ. ഐന് താ ആണ്. പലരും യാ കൊണ്ട് ഓതുന്ന കേൾക്കാം. പലരും അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അൽക്കാരിയ മൽക്കാരിയ. നമ്മുടെ പിള്ളേരും അങ്ങനെയാണ്. പിള്ളേർ എത്ര തിരുത്തി കൊടുത്താലും അവർ കാരിയ എന്നേ പറയുന്നുള്ളൂ. കാരിയ യാ പറയുള്ളൂ. അയിന് വരത്തില്ല. അപ്പം അത് ശ്രദ്ധിച്ചോണം. അൽഖാരിയ മൽഖാരിയ വമാ അദ്റാക മൽഖാരിയ يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. بارك الله لنا ولكم في القرآن الذي ونفعنا وإياكم